പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് നമ്മളെല്ലാവരും വചനം വായിക്കാനും വചനം പഠിക്കാനും വചനത്തിൽ വളരാനും നമ്മളെ സഹായിക്കുന്ന കേരള കത്തോലിക്ക സഭ ഒരുക്കുന്ന ലോഗോസ് ബൈബിൾ ക്വിസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ വർഷം ലോഗോസ് ബൈബിൾ ക്വിസിനായി പഠിച്ചൊരുങ്ങുന്നതിന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു അടിപൊളി ഉപകരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, ലോഗോസ് ബൈബിൾ ക്വിസ് ഗെയിം ആപ്പ്. ഈ ആപ്പ് കളിക്കേണ്ട രീതി ഇപ്രകാരമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. അവിടെ ലോഗോസ് ക്വിസ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. ഉടനെ ലോഗോസ് ക്വിസ് ആപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് സെലക്ട് ചെയ്യുക. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ആയതിനു ശേഷം പ്ലേയിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ നിങ്ങൾക്ക് ഗെയിം ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആവശ്യപ്പെടും. അത് നൽകുക. തുടർന്ന് സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോണിലെ മെസ്സേജസിൽ OTP നമ്പർ നിങ്ങൾക്ക് ലഭിക്കും. അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് വെരിഫൈ OTPയിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ നിങ്ങളുടെ ഡയസിസ്, പേര്, ലാംഗ്വേജ് എന്നിവ ആവശ്യപ്പെടും. അത് കൃത്യമായി നൽകുക. ഒരു മൊബൈൽ നമ്പറിൻ്റെ പ്രൊഫൈലിൽ കൊടുക്കുന്ന വിവരങ്ങൾ പിന്നീട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതല്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇതിത്രയും ചെയ്തു കഴിയുമ്പോൾ ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ആ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. ഉടനെ ഗെയിമിൻ്റെ മെനുവിൽ നമ്മൾ എത്തിച്ചേരുന്നു. പ്ലേ ഗെയിം കൊടുക്കുക. ആദ്യം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക. തുടർന്ന് ഓരോ ലെവൽ സെലക്ട് ചെയ്ത് കളിക്കുക. അതിന് ഉത്തരം നൽകുക. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. എനിക്ക് തോന്നുന്നു കേരള കത്തോലിക്ക സഭയിൽ ഇതുവരെ മറ്റാരും ചെയ്തിട്ടില്ലാത്ത വലിയൊരു സമ്മാനമാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത്. പ്രായ വ്യത്യാസമില്ലാതെ ഈ ആപ്പ് ഉപയോഗിക്കാം. വീട്ടിലായിരിക്കുമ്പോഴും, നിങ്ങൾ ഓഫീസിലായിരിക്കുമ്പോഴും, യാത്രയിലായിരിക്കുമ്പോഴും, എവിടെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ബൈബിൾ ക്വിസിനായിട്ട് ഒരുങ്ങാൻ സഹായിക്കുന്ന ഒരു ആപ്പാണ് ലോഗോസ് ബൈബിൾ ക്വിസ് ഗെയിം ആപ്പ്. ഈ ആപ്പ് മലയാളത്തിലും ലഭ്യമാണ്, ഇംഗ്ലീഷും ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ലോഗോസ് ക്വിസ് ഗെയിം ആപ്പിന് പുറമെ ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് ഒരുങ്ങാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലോഗോസ് ക്വിസ് പഠന സഹായിയും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ പുറത്തിറക്കുന്നുണ്ട്. മലയാളവും ഇംഗ്ലീഷും ലഭ്യമാണ്. പ്രിയപ്പെട്ടവരെ, ലോഗോസ് ബൈബിൾ ക്വിസിനായി ഒരുങ്ങാൻ നമ്മുടെ കയ്യിലുള്ള നിധി എന്ന് പറയുന്നത് ബൈബിൾ തന്നെയാണ്. എങ്കിലും ലോഗോസ് ക്വിസിന് വരുന്ന ചോദ്യോത്തരങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങളെ റിവിഷൻ ചെയ്യാനും അതിനായിട്ട് ഒരുങ്ങാനും ഈ പഠന സഹായി നിങ്ങളെ സഹായിക്കും. ഇത് ഓൺലൈനിലും അവൈലബിൾ ആണ്. തിരുവനന്തപുരം അതിരൂപത മീഡിയ കമ്മീഷൻ സെൻറ്ററിലും ഇത് അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. ലോഗോസ് ബൈബിൾ ക്വിസിനായിട്ട് ഒരുങ്ങുന്ന എനിക്ക് മീഡിയ കമ്മീഷൻ ഇറക്കിയ പഠന സഹായിയും മൊബൈൽ ഗെയിം ആപ്പും ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളെയും സഹായിക്കുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല. ഞാൻ എല്ലാ വർഷവും ലോഗോസ് നന്നായിട്ട് പഠിച്ചൊരുങ്ങി എഴുതുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മീഡിയ കമ്മീഷൻ ഇറക്കി അതിൻ്റെ പഠന സഹായി മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ചുകൂടെ ഒരുക്കത്തോടു കൂടി എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും ഏറ്റവും ഉപകാരപ്രദമായും ലളിതമായ രീതിയിൽ മനസ്സിലാക്കുന്ന എളുപ്പത്തിലാണ് അവർ പുസ്തകം തയ്യാറാക്കിയിരുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്കും ഈ പഠന സഹായിയും മൊബൈൽ ഗെയിം ആപ്പിലൂടെ നല്ല ഒരുക്കത്തോടു കൂടി ഈ എക്സാം നമുക്ക് എഴുതാനായിരിക്കും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബ്രദർ അഖിലേഷ് ലൂസിയാൻ, ഞാൻ ട്രിവാൻഡ്രം അതിരൂപതയിലാണ് പഠിക്കുന്നത്. ഞാൻ ഈ ലോഗോസ് ക്വിസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്, ഒത്തിരി പേരെ സഹായിക്കാറുമുണ്ട്.
അതുപോലെ തന്നെയാണ് നമ്മുടെ മീഡിയ കമ്മീഷൻ ഇറക്കിയിട്ടുള്ള ഈ ലോഗോസ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ലോഗോസ് പുസ്തകവും തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ മേടിച്ച് പഠിക്കുക. അതിലൂടെ നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാം. അതിനുള്ള എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാറ്റിനും പുറമെ ഈ വർഷത്തെ ലോഗോസ് ബൈബിൾ ക്വിസ് വളരെ അർത്ഥവത്തായ രീതിയിൽ വായിച്ച് പഠിച്ചൊരുങ്ങുവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന പഠന സഹായി വീഡിയോസ് ഞങ്ങൾ പുറത്തിറക്കുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് വചനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന, വചനത്തെക്കുറിച്ച് ആഴമായ ഗ്രാഹ്യമുള്ള വൈദികർ നിങ്ങളെ അതിനായിട്ട് സഹായിക്കുന്നുണ്ട്.